ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. وحبيبك سيدنا محمد وعلى آله وصحابه سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد. بسم الله الرحمن الرحيم. والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون. وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. صدق الله العلي العظيم. ആദരണീയരായ സാദാത്തുക്കൾ, ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളടക്കമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഉലമാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘ കുടുംബങ്ങളിലെ ആവേശോജ്വലരായ നേതാക്കൾ, പ്രവർത്തകർ, ഈ മഹത്തായ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും ആദരിക്കപ്പെടുന്ന മഹാപണ്ഡിതർ, പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവര്യർ, പതിനായിരക്കണക്കിന് യതീമുകളുടെ പിതാവ്, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ജീവിതത്തിന്റെ രംഗത്ത് ഇന്നേ വരെ ദിശ കാണിച്ച് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന തുല്യതയില്ലാത്ത നേതൃത്വം ശൈഖുന ഉസ്താദ് അവറുകൾ, അവിടുന്ന് നയിക്കുന്ന ഈ കേരള യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തുടക്കം കുറിക്കുന്ന നേരത്തെ ഉള്ളാളത്ത് നടന്ന ബഹുമാനപ്പെട്ട സയ്യിദ് കുമ്പൂൽ ആറ്റക്കോയ തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ വൈസ് പ്രസിഡന്റ്, മഹാനവറുകൾ, പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരുടെ സാന്നിധ്യത്തിൽ പതാക കൈമാറിയ പരിപാടി അടക്കം ഈ ഒരു മഹത്തായ ഒന്നാമത്തെ വേദി അടക്കം ആരെല്ലാം ഇതിൽ സഹകരിച്ചുവോ പ്രവർത്തിച്ചുവോ ഈ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ആത്മാർത്ഥതയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ, പ്രവർത്തകർ, ഉമറാക്കൾ, പണ്ഡിതന്മാർ, എല്ലാവർക്കും സാധുക്കളായ നമുക്കും ഇത് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതൊരു ആദർശത്തിൽ അധിഷ്ഠിതമായ മഹത്തായ പണ്ഡിത സഭയാണ്. ആ മഹത്തായ പണ്ഡിത സഭ ഇവിടെ കെട്ടിപ്പടുത്തു ഉയർത്തിയ മർഹൂം വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു മുതൽക്ക് പ്രഗത്ഭരായ ആലിമീങ്ങൾ,
അഹമ്മദ് കോയ ശാരിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ധാരാളം ആളുകൾ, ബഹുമാനപ്പെട്ട കണ്ണവന്തങ്ങൾ അടക്കമുള്ള സയ്യിദന്മാര് ഇറങ്ങി നിങ്ങളെടുക്കൽ ബക്കറ്റും കൊണ്ടുവരുന്നത് വെള്ളം കോരാനല്ല എന്ന് എല്ലാവർക്കും അറിയാം. നല്ല സംഭാവനകൾ കൊടുത്ത് സഹായിക്കണം. അള്ളാഹു അത് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലാക്കി തരട്ടെ. ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ദുആ അത് വലിയൊരു സമ്പാദ്യമാണ്. അൽഹംദുലില്ലാ, നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു സൂചനയാണ് ഇപ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തത്. അതിനെല്ലാം ആവശ്യമാണല്ലോ പണം. അൽഹംദുലില്ലാ, കാസർഗോഡ് ജില്ലക്കാർ ഒരിക്കലും ദീനീ വിഷയങ്ങളിൽ പിന്നോട്ട് പോയവരല്ല, പോകുന്നവരുമല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നല്ല തൊപ്പി വെച്ച് കാർ ഓടിക്കുന്ന ധാരാളം ബിസിനസ്സുകാരും ഉമറാക്കളും ഉള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ്. ഞങ്ങൾ സദഖ ഫണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽമയുടെ നേതാക്കളായ റയീസുല്ലുലമയും സുൽത്താനുല്ലുലമയും ബദറുസാത്ത് തങ്ങളും സയ്യിദ് അലി ബാഫക്കി തങ്ങളും കുമ്പൂൽ തങ്ങളും അടങ്ങുന്ന നമ്മുടെ മഹനീയ നേതൃത്വം പ്രഖ്യാപിച്ചപ്പോൾ കാസർഗോഡ് ഇറങ്ങി പലരെയും കാണാൻ നിയോഗിക്കപ്പെട്ട ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. മഹാനായ കുമ്പോൽ തങ്ങൾ അവറുകൾ അവിടുത്തെ പിതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്ത് ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ തുടങ്ങിത്തന്നു. കാസർഗോഡുള്ള തുടക്കം റയീസുല്ലുലമ ആദ്യം തന്നെ 1,00,000 രൂപ പറഞ്ഞുകൊണ്ട് തുടങ്ങി. പിന്നെ സുൽത്താനുലുമയും അതുപോലെ ബദറുസാത്ത് തങ്ങളും, അങ്ങനെ സമസ്തയുടെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും ഓരോ ലക്ഷം തന്നെ കൊടുത്തു. അങ്ങനെ തുടങ്ങിയ നമ്മുടെ സദഖ ഫണ്ട് ഇവിടെ എത്തിയപ്പോൾ മാണിക്കോത്ത് ഉസ്താദും MA ഉസ്താദിന്റെ മകനും നമ്മുടെ കണ്ണവന്തങ്ങൾ ഇപ്പോൾ ഇറങ്ങി നിങ്ങളോട് സംഭാവന ചോദിക്കുന്ന കണ്ണവന്തങ്ങളും, അതുപോലെ തുടങ്ങി ഇവിടെയുള്ള എത്രയോ പണ്ഡിതന്മാരും ഉമറാക്കളും സാധാരണക്കാരും ഒക്കെ 1,00,000 കുറഞ്ഞ് എവിടെ നിന്നും ഞങ്ങളുടെ ആ ഇറക്കത്തിൽ സ്വീകരിക്കുന്നില്ലെന്ന് ആദ്യമേ തീരുമാനിച്ചതനുസരിച്ച് ഇറങ്ങിയിട്ട് തന്നെ അൽഹംദുലില്ലാ ഞങ്ങൾ നിശ്ചയിച്ച 1 കോടി കവിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. പ്രഥമ കലക്ഷനായി ഉദ്ദേശിച്ചതാണ് 1 കോടി, അത് കവിഞ്ഞിട്ടുണ്ട്. അതിൽ പലരും സംഖ്യ, ഇന്നിപ്പോൾ നമ്മുടെ ഹക്കീം ഹാജി വന്നു ഉസ്താദിന്റെ കയ്യിൽ, അദ്ദേഹം 2,00,000 ഏറ്റതാണ്, 1,00,000 ഇപ്പോൾ കൊടുത്തു. അതുപോലെ പലരും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ലിങ്കിലേക്ക് സംഖ്യ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 10,00,000 തന്ന ഒരു വ്യക്തിയുണ്ട്, ചെറുപ്പക്കാരനാണ് അദ്ദേഹം, പേര് പറയാൻ ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കി ഞാൻ പറയുന്നില്ല. ജീവിതത്തിൽ ആദ്യമായി ഞാൻ കണ്ടു പരിചയപ്പെട്ട ഒരാൾ, അദ്ദേഹം 5,00,000 അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ തലേന്ന് പറഞ്ഞു പിറ്റേന്ന് തന്നു. അള്ളാഹു അവർക്കെല്ലാം ഖൈറും ബർക്കത്തും എല്ലാ മോമിനിയങ്ങൾക്കും നൽകുമാറാകട്ടെ. നമ്മുടെ സദഖ ഫണ്ട് നമ്മൾ തന്നെ വിജയിപ്പിക്കണം, അതിനെല്ലാവരും സഹകരിക്കണം എന്നുണർത്തുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ UT ഖാദർ സാഹിബിന്റെ അനുജൻ ഇഫ്തിഖാർ സാഹിബ്, അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് നാസ്ത. അദ്ദേഹം 10,00,000 തന്നു. അതുപോലെ പലരും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനി ആരും കാത്തു നിൽക്കാതെ നമ്മുടെ സദഖ ഫണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് മനുഷ്യർക്കൊപ്പം സദഖ ഫണ്ടിനൊപ്പം എന്ന നിലക്ക് എല്ലാവരും അതിൽ ജാഗ്രതയുള്ളവരാകണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാരഥന്മാരായ പണ്ഡിതന്മാർ രൂപീകരിച്ചത് എന്തിനാണ്? അതിന്റെ ചില ഗുണവശങ്ങളാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ സുൽത്താനുൽ ഉലമ അതിന്റെ ഇന്നത്തെ ഏറ്റവും ടോപ്പിലുള്ള വക്താവാണ്. ആ സുൽത്താനുൽ ഉലമ അവറുകൾ മനുഷ്യർക്കൊപ്പം, നേരത്തെ ഖലീൽ തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ആവർത്തിച്ച് പറയുന്നില്ല, അതിനു മുമ്പും മനുഷ്യ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു. അതേപോലെ അതിനാവശ്യമുള്ള ആശയങ്ങൾ പറഞ്ഞു.
അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ മഹാപണ്ഡിതന്മാർ ജീവിച്ചു പോയിട്ടുണ്ട്. ഖുതുബുസ്സമാന സയ്യിദ് അലവിൽ മംബുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഉമർ ഖാദിൽ ബിലങ്കൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, മമ്മിക്കുട്ടി ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങി അതിനു മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കം എത്രയോ ഇമാമിയങ്ങൾ ജീവിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. അവരാരും ഇവിടെ ഒരു വർഗീയതയുടെ ഒരു ചെറിയ ആശയം പോലും സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. എല്ലാവരും സൗഹൃദത്തിൽ ജീവിക്കാനുള്ള ആശയങ്ങളാണ് പറഞ്ഞതെന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ, ഉദാഹരണത്തിന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ അജീബത്തുൽ അജീബ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അന്നത്തെ കാലത്തുള്ള ഇമാമിങ്ങളുടെ ഫത്വകൾ തന്നെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അവര് പഠിപ്പിച്ച അതേ ആശയം ഈ ബഹുസ്വര രാജ്യത്ത് മറ്റുള്ള ജനങ്ങളോട് കൂടി സഹകരിച്ചുകൊണ്ടും അവർക്കടക്കം നന്മ ചെയ്തുകൊണ്ടും നമ്മുടെ ആദർശത്തിൽ ഒരല്പവും വെള്ളം ചേർന്നു പോകാതെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമാണ്. അത് അവിടുത്തെ സഹാബികൾ പ്രചരിപ്പിച്ച ആശയമാണ്. അതനുസരിച്ച് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും പഠിപ്പിച്ച ആശയമാണ്. അതനുസരിച്ച് ഇമാം അശ്അരിയും ഇമാം മാതുരീദി റഹ്മത്തുള്ളാഹി അലൈഹിമ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ആശയമാണ്. ശേഷം വന്ന വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇമാമുൽ ഹറമൈനി, ഇമാം ഗസാലി, ഇമാം റാഫിഈ, ഇമാം നവവി, അങ്ങനെ തുടങ്ങി നമുക്ക് അളക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതന്മാർ, അവരെല്ലാവരും പഠിപ്പിച്ച ആശയമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. അതനുസരിച്ചാണ് കേരള ജനങ്ങൾ ഇവിടെ ജീവിച്ചു വന്നത്. ആ കേരളത്തിലെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചിലർ പുതിയ ചില ആശയങ്ങൾ കൊണ്ടുവന്നു. അത് നേരത്തെ കഴിഞ്ഞുപോയ ഇമാമിയങ്ങൾക്ക് പരിചയമില്ലാത്ത ആശയം, സഹാബികൾക്ക് പരിചയമില്ലാത്ത ആശയം. ഇത് കാസർഗോഡാണ്. തളങ്കര പള്ളി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതാ മസ്ജിദ് മാലിക് ഇബ്നു ദീനാർ എന്നതിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പള്ളിയിൽ അന്ന് മുതൽ ഇന്ന് വരെ ഖുതുബ ഓതുന്നത് ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണോ? ഇന്നേ വരെ ആ പള്ളിയിൽ ജുമുഅ ജമാഅത്തിന് സ്ത്രീകൾ കൊണ്ടുവന്നിട്ടില്ല. ആ പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം ദുആ ഉണ്ട്. ആ പള്ളിയിൽ ഇന്നേ വരെ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ആ കാസർഗോഡ് പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ മരിച്ചാൽ ഖുർആൻ ഓതുന്നുണ്ട്. മരിച്ച മയ്യത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചതും അയിമ്മത്ത് നടപ്പാക്കിയതുമായ ആശയങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് അവരുടെ സന്തോഷ ദിനങ്ങളിൽ പോലും, ഉദാഹരണത്തിന് പരിശുദ്ധ റമദാൻ ഏറ്റവും വലിയ സന്തോഷം കൈയാളുന്ന മാസമാണ്. ആ റമദാനിന്റെ രാത്രിയിൽ പള്ളിയിൽ ഒരു തർക്കം, തറാവീഹ് എത്ര റകഅത്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ 1300ഓളം കൊല്ലം ജീവിച്ച ജനങ്ങൾ തറാവീഹ് നിസ്കരിച്ചില്ലേ? 4 മദ്ഹബിലും തറാവീഹ് വിവരിക്കപ്പെട്ടിട്ടില്ലേ? അതെല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെച്ചിട്ട് ഒരു പുതിയ ചർച്ച, തറാവീഹിന്റെ എണ്ണം എത്രയാണ്? ഇവിടെ 8-ലധികം നിസ്കരിക്കാൻ അനുവദിക്കില്ല എന്നൊരു ടീം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഭിന്നതയുടെ ആഴം. നമ്മൾ ചിലപ്പോ ആ ഇമാമിയങ്ങൾ പഠിപ്പിച്ച ആശയം സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കൾ പറഞ്ഞപ്പോ, ഉദാഹരണത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ ആലിമീങ്ങൾ അഹമ്മദ് കോയ ശാരിയാത്തി നവറല്ലാഹു മർഖദഹു, ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, അങ്ങനെ പാനായിക്കുളം നവറല്ലാഹു മർഖദഹു തുടങ്ങി KK സദഖത്തുള്ള മുസ്ലിയാർ അടക്കം വലിയ വലിയ ആലിമീങ്ങൾ അത്തരത്തിൽ ഈ ഭിന്നിപ്പുണ്ടാക്കുന്ന കക്ഷികൾ അവർ പിഴച്ചവരാണെന്ന് പ്രഖ്യാപിച്ച്
അവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് മുസ്ലിം ഉമ്മത്തിന് 1953 കാലത്ത് പെരിന്തൽമണ്ണയിൽ വെച്ച് ഫത്വ കൊടുത്ത് പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തെ വിഷയം അവരുമായി കൂടിപ്പെരുമാറാതിരിക്കുക എന്നതായിരുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ കാരണം? അവരുമായി കൂടിപ്പെരുമാറുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? അതാരോടും വിശദീകരിക്കേണ്ടതില്ല. ഒരല്പവർഷങ്ങൾക്ക് മുമ്പ് കൊറോണ ബാധിച്ചവർ നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ളവരായാൽ പോലും നിങ്ങൾ കൂടിപ്പെരുമാറരുത്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് ഇവിടെ ഡോക്ടർമാര് പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടായിരുന്നോ? കാരണം അത് പകരും എന്നതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തൻവാദത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? കലബി, അത് പേപ്പട്ടി വിഷം പോലെയാണ് എന്നവർ. പേപ്പട്ടി വിഷം പോലെയാണ്, വളരെ അകന്നു നിൽക്കണം എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും അയിമ്മത്തും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫയിൽ പറഞ്ഞു, അതെ, ഇത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മുൻഗാമികൾക്ക് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ ചില വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് സുബിഹിലാണോ ഖുനൂത്ത് ഓതേണ്ടത്, ഫിത്റിലാണോ? ഇങ്ങനെ ചില വീക്ഷണ വ്യത്യാസങ്ങൾ സലഫിലുള്ള ഇമാമിങ്ങൾക്കിടയിലുണ്ടാകും. എന്നാൽ ഒരു ഇമാമിനും തർക്കമില്ലാത്ത, 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനും ഒരു സഹാബിക്കും തർക്കമില്ലാത്ത കാര്യം, അലാ ദമ്മിൽ മുബ്തദിഅതി, പുത്തൻവാദിയെ ആക്ഷേപിക്കണം, വമുഹാജറതിഹിം, അവരുമായി മാറി നിൽക്കണം, വഖത്ഇ സുഹ്ബതി മഅഹും, അവരുമായി ബന്ധം വിച്ഛേദിക്കണം. അതിൽ സലഫു സ്വാലിഹീങ്ങളായ ഇമാമിങ്ങൾക്കും സഹാബികൾക്കും ഒരു തർക്കവും ഇല്ലെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇനി 1000 പണ്ഡിതന്മാർ ആ വിഷയം പറഞ്ഞതുണ്ട് എന്ന് എല്ലാ ആലിമീങ്ങൾക്കും അറിയാമല്ലോ. എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? അതിന് താജുൽ ഉലമ പറഞ്ഞു, മക്കളെ, ആരോഗ്യം പകരൂല, രോഗം പകരും. ആരോഗ്യം ഒരാൾക്ക് പകരൂല, അത് അവരവർക്ക് തന്നെ ഉണ്ടാകേണ്ട സംഗതിയാണ്. രോഗം അങ്ങനെയല്ല, രോഗം പകരൂ. ഇതൊരു വലിയ പകർച്ചവ്യാധിയാണ്. ആ പകർച്ചവ്യാധിയുമായുള്ള ബന്ധം ഉണ്ടായാൽ ആ രോഗം പകരാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സർവ്വ ഇമാമിങ്ങളും തർക്കമില്ലാതെ അത് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവിർഭാവ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ ആലിമീങ്ങൾ ഒന്നിലധികം ദിവസം ഇരുന്ന് പുസ്തകങ്ങൾ പരിശോധിച്ച് പുത്തൻവാദികളുടെ ആശയം ബിദ്അത്താണ് എന്ന് പറഞ്ഞതിന് ശേഷം അവരുമായി കൂടിപ്പെരുമാറരുത് എന്ന് ഫത്വ കൊടുക്കുകയും അത് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും പഠിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? ഈ രോഗം പകരരുത് എന്നതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട്? ഈ രോഗം ഈമാൻ നഷ്ടപ്പെടുത്തുന്ന രോഗമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ പുത്തൻവാദം വന്നപ്പോ ആദ്യകാലത്ത് പറഞ്ഞൊരഭിപ്രായമാണ് തറാവീഹ് 8 മതി, അതിലപ്പുറം പാടില്ല എന്ന്. പിന്നെ അവരതിൽ നിന്ന് ഒരുപാട് ഉരുണ്ടിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. തറാവി നിസ്കാരം തന്നെ ഒന്ന് പ്രത്യേകം ഇല്ലെന്നാണ് പിന്നീട് വാദിച്ചത്. അത് റാഫിളത്തിന്റെ വാദമാണെന്ന് ഇമാം സർഖസി കിതാബുൽ മബ്സൂത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ വാദങ്ങളൊക്കെ ഉന്നയിച്ച കക്ഷികൾ ഇപ്പോൾ 20 ആയാലും കുഴപ്പമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. കാരണം അതിനൊരു ലെവലില്ല, പുത്തൻവാദത്തിന് ലെവൽ ഉണ്ടാവില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാളുടെ കല്യാണത്തിന് പോകുന്നില്ല, അന്വേഷിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ എന്തേ ആ കല്യാണത്തിന് പോകാതിരുന്നു? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്നോട് ഒരു വലിയ അക്രമം ചെയ്തു. എന്താണ് ചെയ്ത അക്രമം? അപ്പൊ ചൂണ്ടിക്കാണിച്ചു തന്നു, ഒരു 10-20ഓളം വരുന്ന തെങ്ങിൻ തൈകൾ. അതിൽ നിന്ന് 3-4 തെങ്ങിൻ തൈകൾ അദ്ദേഹത്തിന്റെ പശുക്കളെ മേച്ച് അദ്ദേഹം അതിന്റെ ഇലകൾ തിന്ന് നശിപ്പിച്ചു കളഞ്ഞു. ആ ഒരു വെറുപ്പ് കൊണ്ടാണ്, രോഷം കൊണ്ടാണ് അദ്ദേഹം മറ്റേയാളുടെ കല്യാണത്തിന് പോകാത്തത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇത് തെങ്ങിൻ തൈയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനിൽ 4 മദ്ഹബിലും സ്ഥിരപ്പെട്ട 20 റക്അത്ത് തറാവി. ആ 20 റക്അത്ത് തറാവിയിൽ 12 എണ്ണം വെട്ടിയങ്ങ് നശിപ്പിച്ചു. നമുക്ക് അവരോട് ഒരു ധാർമ്മിക രോഷവും ഇല്ല. അവര് നമ്മുടെ സുഹൃത്തുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാകുമോ? ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് 1 ഇഞ്ച് മാറാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, കൻസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു തുടങ്ങിയ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങളും അൽഹംദുലില്ലാ ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ ഉലമ, അള്ളാഹുവേ നീ വലിയ ദീർഘായുസ് ആഫിയത്തോടെ ഹിമ്മത്തോടെ കൊടുത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മുടെ ആലിമീങ്ങൾ നമ്മെ പിടിച്ചു നിർത്തി. എന്തിനാണ് പിടിച്ചു നിർത്തിയത്? ഈ രോഗം ഉമ്മത്തിലേക്ക് പകരരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദ്യത്തിൽ പുത്തൻവാദികൾ വന്നപ്പോൾ അവരിങ്ങനെ നിസ്കാരത്തിന്റെ റകഅത്ത് കട്ട് ചെയ്തതും, അതുപോലെ താഴെ കെട്ടുന്ന കൈയെടുത്ത് മേലെ കെട്ടിയതും, അതുപോലെ തവസ്സുൽ ഇസ്തിഗാസ തുടങ്ങിയ പുണ്യകർമ്മങ്ങളെ തെറ്റായി ചിത്രീകരിച്ചതും, അതുപോലെ ബറക്കത്തെടുക്കരുത്, ജാറത്തിൽ പോകരുത് തുടങ്ങിയ കുറെ തെറ്റായ ആശയങ്ങൾ പറഞ്ഞതും ഒക്കെ കേട്ടവരാണ് സമൂഹം. എന്നാൽ കുറച്ചിങ്ങോട്ടെത്തിയപ്പോൾ പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് 2010 ജൂലൈയിലെ അവരുടെ മുഖപത്രത്തിൽ പുത്തൻവാദികൾ എഴുതി വെച്ചില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് പറ്റി എന്ന വാദം ആദ്യം ഉന്നയിച്ചത് ആരായിരുന്നു? ഖവാരിജികളുടെ നേതാവായി പരിചയപ്പെടുത്തപ്പെടുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട്, ഏതിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീ നീതി കാണിക്കണം, ഫമാ അദൽത ഫിൽ ഖിസ്മ, നീ നീതി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അതേ പിന്തലമുറക്കാരാണെന്ന് നബി തങ്ങൾക്ക് പിഴവ് പറ്റി എന്ന് വ്യക്തമായി എഴുതി പ്രസിദ്ധീകരിച്ച് ഇവിടെ പുത്തൻവാദികൾ അവരുടെ പുത്തൻവാദം കൂടുതൽ കൂടുതൽ വലാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയല്ലേ? അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമടക്കം അമ്പിയാക്കളുടെ ശരീരം ജീർണിച്ച് നശിക്കുകയില്ല എന്ന് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും പഠിപ്പിക്കുമ്പോൾ എന്തിനധികം പറയണം, പുത്തൻവാദികൾ ബഹുമാനിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ പല അബദ്ധങ്ങളും സംഭവിച്ച ഇബ്നു തൈമിയയും ഇബ്നുൽ ഖയ്യിമും അടക്കമുള്ള പണ്ഡിതന്മാര് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അമ്പിയാക്കളുടെയും ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ചു പോവുകയില്ല എന്ന് രേഖപ്പെടുത്തുന്നു. ആ വിഷയത്തിൽ അവരെ അനുധാവനം ചെയ്യാൻ പോലും നമ്മുടെ കേരളത്തിലെ പുത്തൻവാദികൾ തയ്യാറായില്ലല്ലോ. അവര് പരസ്യമായി എഴുതിയില്ലേ, പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ അവ പിന്നെ ജീർണിക്കാതിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല എന്നല്ലേ പുത്തൻവാദികൾ രേഖപ്പെടുത്തിയത്. എപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ പൊതുകാര്യം എടുത്തു മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി വരുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിലല്ലേ 1987 ജനുവരിയിൽ ഇതെഴുതി വെച്ചത്. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സമുദായത്തിന് എന്ത് ലാഭമാണ് കിട്ടാൻ പോകുന്നത്? എന്ത് നന്മയാണ് ലഭിക്കാൻ പോകുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഉന്നതമായ സ്ഥാനത്തെ സമൂഹത്തിന്റെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തുക, അതും അവിടുത്തെ വഫാത്തിന് ശേഷവും തുടരുന്നു എന്നതല്ലേ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ രൂപത്തിലുള്ള ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റാത്ത, ഒരു നിലക്കും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ആശയങ്ങൾ പഠിപ്പിച്ച് ഈമാനുള്ള ജനങ്ങളുടെ ഈമാൻ കവർന്നു കളയുന്ന പ്രവർത്തനങ്ങളിൽ ഇന്നും ആ പുത്തൻവാദികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും കൂടുതൽ കൂടുതൽ വലാലത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് നമ്മൾ ശരിക്കും അനുഭവിച്ചു കാണുകയല്ലേ.
അത്തരത്തിലുള്ള ഒരു പിഴവിലേക്ക് ഒരു ഈമാനുള്ള മനുഷ്യൻ പെട്ടുപോകാൻ കാരണമാകുമെങ്കിൽ കൊറോണ എന്ന രോഗം പിടിപെടുന്നതിനേക്കാൾ എത്ര ഗൗരവത്തിൽ കാണണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഭവിഷ്യത്ത്. അതുകൊണ്ടാണ് മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യകാല പണ്ഡിതന്മാര് മുതൽ ഇന്ന് വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമാ അതാവർത്തിച്ചാവർത്തിച്ച് പറയുന്നു, അവരുമായി കൂടി പെരുമാറാതിരിക്കുക. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതിനർത്ഥം അവരെ ചീത്ത പറയണം എന്നല്ല, അവരെ തെറി പറയണം എന്നല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് ആരെങ്കിലും ചീത്ത പറയാനല്ല, തെറി പറയാനല്ല, മറിച്ച് ഖുലൂ ലിന്നാസി ഹുസ്നാ, സർവ്വജനങ്ങളോടും നല്ലത് പറയണം. ആ ആശയത്തിൽ സാധാരണക്കാര് പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ആദർശം പരിപൂർണമായി പഠിപ്പിച്ച് സമൂഹത്തെ ഈമാനിൽ തന്നെ നിലനിർത്തൽ പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിനർത്ഥം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെറ്റായ ആശയങ്ങൾ പറയുന്നവരും മനുഷ്യരാണല്ലോ, അവർക്കൊപ്പം നമ്മളും കൂടിക്കൊടുക്കുക എന്നല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല, തെറ്റിദ്ധരിക്കുകയും ഇല്ല. മനുഷ്യർക്കൊപ്പം എന്നതിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ വിശദീകരിച്ചു. കക്ഷിഭേദമന്യേ സർവ്വജനങ്ങൾക്കും ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുക. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ളത് അവരുടെ ഈമാൻ സംരക്ഷിക്കുക എന്നതാണ്. അവർ മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ച മക്കളാണ്. അവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോ ബാപ്പ മുശ്രിക്കാണ്, ഉമ്മ മുശ്രിക്കാണ്, ഉമ്മന്റെ പേരിൽ യാസീൻ ഓതിയാ ഞാൻ നരകത്ത് കിടക്കും, അവരവിടെ കിടക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിലേക്കല്ല. മുസ്ലിമീങ്ങൾ യഥാർത്ഥ ഈമാന് ഇസ്ലാം അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവരാണ്. അതിനാവശ്യമായ ആശയപ്രചരണമാണ് നമ്മുടെ സംഘടന എപ്പോഴും ഇന്നേ വരെയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രസ്ഥാനം ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങളും ധാരാളം സാധു സംരക്ഷണ പരിപാടികളുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നമ്മുടെ ആദർശ പ്രചരണ രംഗത്ത് ഒരിഞ്ചും നമ്മൾ ആരും പിന്നോട്ട് പോയിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ പോവുകയും ഇല്ല. അത് ഹക്കായി ഇവിടെ നിലനിർത്തുന്ന ഒരു സമൂഹം. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, അതിവിടെ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷെ അതുണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ നിരന്തരം അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ടല്ലേ ജുമയുടെ ഖുത്ബയിൽ 2 പ്രാവശ്യം പറയണം ഇത്തഖുല്ലാഹ് യുസീകും ബിത്തഖ്വല്ലാഹ്. അതായത് ഒരിക്കൽ പറഞ്ഞില്ലേ എന്ന് നിർത്താൻ പറ്റില്ല, അതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുറച്ചവരാണ് നമ്മൾ, അത് ഇടയ്ക്കിടെ ചൊല്ലണം. ജദ്ദിദു ഈമാനക്കും വനഫിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഇസ്ലാമിന്റെ ആശയങ്ങൾ അത് നിരന്തരം പറയണം. അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇവിടെ നിലനിർത്തണം. അതിനാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പൂർണ്ണമായും ഇവിടെ നിലനിർത്തിക്കൊണ്ട് സുന്നി മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മത ദേശ ഭാഷ വ്യത്യാസമന്യേ സർവ്വജനങ്ങൾക്കും ആവശ്യമുള്ളത് പറയുന്നവരും ആവശ്യമുള്ളത് ചെയ്യുന്നവരും മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന യഥാർത്ഥ മനുഷ്യരുമാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി. ഷെയ്ഖുന ഉസ്താദ് അവരോട് ഞാൻ പറഞ്ഞു, ഉസ്താദിന് ക്ഷീണാവും, ഉസ്താദ് പ്രസംഗിച്ചു ഉറപ്പ് പറഞ്ഞു, വേണ്ട നീ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അതിൽ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞാൻ പ്രസംഗം പഠിക്കുന്ന കാലത്തെ ഉസ്താദ് അവറുകളിൽ ഇരുന്ന് കേൾക്കാറുണ്ട്. പലപ്പോഴും പ്രസംഗം കഴിഞ്ഞാൽ പലതും എന്നെ സൂചിപ്പിക്കാറുണ്ട്, അതെന്റെ ഉസ്താദുമാരൊക്കെ അങ്ങനെ തന്നെയാണ് ഇന്നേ വരെ ചെയ്തത്. പുല്ലൂക്കര ഉസ്താദ് ആദ്യത്തെ പ്രസംഗം നടത്തിയപ്പോൾ തന്നെ എന്നോട് ഉപദേശിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ഇനിയമേൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ചത് ഓർമ്മയുണ്ട്. അതുപോലെ ഉസ്താദ് അവറുകൾ പലപ്പോഴും എന്നെ ഉപദേശിച്ചത് ഓർമ്മയുണ്ട്. കാരണം നമ്മളാരും മാസൂമിയങ്ങളായ നബിമാരൊന്നും അല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഇഖ്ലാസോടുകൂടെ ഖിദ്മത്ത് ചെയ്ത് ദീനിന്റെ പ്രവർത്തന രംഗത്ത് മുന്നേറാൻ നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ പ്രവർത്തകർക്കും എന്നും തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷെ ആദരവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആദരവ് എങ്ങനെങ്കിലും ആദരിച്ചാൽ ആദരവാകില്ല. നിങ്ങൾ കാണുന്നില്ലേ ചില ആളുകൾ ഒരു വിവരമില്ലാത്ത ഒരു അജ്മീറിൽ പോയിട്ട് സുജൂദ് ചെയ്യുക ഖബറിൽ. അത് ആദരവല്ല, അത് അനാദരവാണ്, വലിയ ധിക്കാരമാണ്. അവിടെ കിടക്കുന്ന മഹാൻ ഒരു നിലക്കും പൊരുത്തപ്പെടൂല.
ആ മഹാന്റെ പൊരുത്തക്കേട് വാങ്ങിയിട്ട് തിരിച്ചു വരിക. കാരണം ആ മഹാൻ ഖബറിന് സുജൂദ് ചെയ്യുന്നത് പച്ച ഹറാമാണെന്ന് വിശ്വസിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന ഖാജാ മുഈനുദ്ദീൻ അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഒരിക്കലും പൊരുത്തപ്പെടൂല. മഹാനവറുകളുടെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ. മഹാനവറുകൾ പൊരുത്തപ്പെടുന്നത് പറയണോ? അവിടുത്തെ പേര് പറയാൻ പോലും അർഹതയില്ലാത്ത അത്രയും വളരെ പാപിയാണ് സാധുവായ ഞാൻ. എന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ സുജൂദ് ചെയ്താൽ ഞാൻ ഒരു നിലക്കും പൊരുത്തപ്പെടൂല, ഒരാളും പൊരുത്തപ്പെടൂല. കാരണം സുജൂദ് അല്ലാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ കഅബയിലേക്ക് തിരിഞ്ഞിട്ടേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ഖബറിലേക്ക് തിരിഞ്ഞിട്ട് അല്ലാഹുക്ക് സുജൂദ് ചെയ്യാനും പറ്റൂല. ഖബറിലേക്ക് തിരിഞ്ഞിട്ട് അല്ലാഹുക്ക് സുജൂദ് ഒന്നും കാര്യമില്ല. ചില വ്യാജ ശൈഖന്മാരുണ്ട്, സുബ്ഹാനല്ലാഹ്, അവരെ മുരീദന്മാർ വന്ന് അവർക്ക് സുജൂദ് ചെയ്യുക. അവരിങ്ങനെ വലിയ ഖേമന്മാരായിട്ട് ഇങ്ങനെ ഇരുന്നു കൊടുക്കുക ഇവരെ സുജൂദിന് വേണ്ടി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലോക ധിക്കാരികളും തോന്നിവാസികളുമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളുടെ മുമ്പിൽ വന്ന് ഒട്ടകം സുജൂദ് ചെയ്തപ്പോൾ ഞങ്ങളല്ലേ അങ്ങേക്ക് സുജൂദ് ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടവർ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ പറ്റൂല, അല്ലാഹുവല്ലാത്ത ആർക്കും സുജൂദ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ പറ്റുമായിരുന്നുവെങ്കിൽ ഭർത്താവ് കയറി വരുമ്പോൾ ഭാര്യ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ നിർദ്ദേശിക്കുമായിരുന്നു. പക്ഷേ പറ്റൂല എന്നാണ് പഠിപ്പിച്ചത്. അത്രത്തോളം വലിയ തെറ്റായി എല്ലാ ഇമാമിയങ്ങളും കിതാബിൽ പറഞ്ഞൊരു സംഗതിയാണ്. വസുജൂദുൽ ജഹലതി ബൈന യദൈ മശായിഖിഹിം ഹറാം റബ്ബമാ യുഅദ്ദി ദാലിക ഇലൽ കുഫർ. ഏതെങ്കിലും ശൈഖന്മാർ ആരെങ്കിലും സുജൂദ് ചെയ്താൽ അത് പച്ച ഹറാമാണ്. ചിലപ്പോൾ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ കാരണമായി തീരുന്നതാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു റൗദയിലും ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും ഫത്ഹുൽ മുഈനിൽ അടക്കം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ആദരവ്, ആരെ എങ്ങനെ ആദരിക്കണം, അതും ഇസ്ലാമിൽ നിയമമുണ്ട്. ഇസ്ലാമിൽ നിയമമില്ലാത്ത ഒരു സംഗതിയുമില്ല. അൽഹംദുലില്ലാഹ്, ഇപ്പൊ നമ്മൾ രണ്ടാളെ ഇവിടെ ആദരിച്ചു. ഒന്ന് നമുക്ക് പള്ളിക്ക് സ്ഥലം തന്ന അബ്ബാസ് ഹാജി, അല്ലാഹു അദ്ദേഹത്തെ ആദരിക്കട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരിൽ ചെയ്ത ആ സദഖ ജാരിയായി അല്ലാഹു ഖബൂൽ ചെയ്ത് ആ മാതാപിതാക്കൾക്ക് അതിന്റെ വലിയ ഫലം അല്ലാഹു തആല നൽകട്ടെ. അതുപോലെ നമുക്ക് പള്ളി നിർമ്മിച്ചു തന്നു, സ്വന്തത്തിലായാലും ഇനി അല്ലെങ്കിൽ പരിശ്രമ ഫലമായിട്ടാണെങ്കിലും. ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ, സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തെ നമ്മൾ ആദരിച്ചു. ശറഈ ദീന് അംഗീകരിക്കുന്ന വിധത്തിലാണ് ആദരിച്ചത്. ഒരു സാല് പതിച്ചു, അത് ശറഅ അംഗീകരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി ബാനത്ത് സുആദു എന്ന് പറയുന്ന പദ്യം ചൊല്ലി മദ്ഹ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാല് കൊടുത്തുകൊണ്ട് ആദരിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബുർദ എന്ന് പറയുന്ന ബുർദ ബൈത്ത് ചൊല്ലി അത് സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. സ്വപ്നത്തിൽ നബി തങ്ങൾ ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞു, അത് ചൊല്ലിക്കൊടുത്തു. അങ്ങനെ ചൊല്ലിക്കൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാല് പുതപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സാല് പുതപ്പിച്ചുകൊണ്ടുള്ള ആദരവ് അത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടതാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഉള്ള ആദരവുകൾ, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ആദരവിനും നിയമമുണ്ട്. നിയമം ഇസ്ലാമിന് നിയമമില്ലാത്ത ഒരു വിഷയമില്ല, എല്ലാറ്റിനും നിയമം. ആദരവുകൾ റുക്കൂ ചെയ്തുകൊണ്ട് ആദരിക്കാൻ പാടില്ല, സുജൂദ് ചെയ്തുകൊണ്ട് ആദരിക്കാൻ പാടില്ല. അതേസമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരിക്കാം. നിങ്ങൾ നോക്കൂ, ഒന്ന് ഖിയാം, നിസ്കാരത്തിന്റെ ഒരു ഫർദ, റുക്കൂ അതും ഒരു ഫർദ, സുജൂദോ അതും ഒരു ഫർദ. പക്ഷേ ഖിയാം, നൃത്തം കൊണ്ട് ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരിക്കുക അത് അനുവദനീയമാണ്. റുക്കൂ ചെയ്തുകൊണ്ട് ആദരിക്കാൻ പാടില്ല, സുജൂദ് ചെയ്തുകൊണ്ട് ആദരിക്കാൻ പാടില്ല. എല്ലാം നിസ്കാരത്തിന്റെ ഫർദ തന്നെയല്ലേ. അതിന്റെ കാര്യം വ്യത്യാസമുണ്ട്. ബാപ്പ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ഉമ്മ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, പണ്ഡിതന്മാർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, സയ്യിദന്മാർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, പ്രായമുള്ളവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരിക്കുക, അതിന് യാതൊരു കുഴപ്പവും ഇല്ല. ആദരിക്കൽ ആരാധനയല്ല. ആദരിക്കൽ ആരാധനയാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് സെൽഫികൾ ഉണ്ടായത്.
അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ടായത്, അതുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തുകാരുണ്ടായത്. അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അവർ ആദരവൊക്കെ ആരാധനയാണെന്ന് ചിന്തിച്ചു. ഒരിക്കലും കേവലം ആദരവുകൾ ആരാധനയല്ല. ആദരവുകൾ അതിന് യാതൊരു കുഴപ്പമില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു വല്ലാതെ ആദരിച്ചിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്താനുള്ള പുനർനിർമ്മാണത്തിലുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ നിർമ്മാണം നടത്തുന്ന സമയത്ത് സൽക്കർമ്മം ചെയ്യുന്ന സമയത്തുള്ള ദുആ, സൽക്കർമ്മം ചെയ്തതിനു ശേഷമുള്ള ദുആ അതൊരു സാധാരണ ദുആ പോലെ അല്ല. എന്നല്ല, ഏത് ദുആ നടത്തുമ്പോഴും ആദ്യം സൽക്കർമ്മം വേണം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കൽ വലിയ സൽക്കർമ്മമാണ്. ആ ഒരു അമല് ചെയ്തിട്ടേ ദുആ നടത്താവൂ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل محمد. അത് സ്വലാത്താണ്, സലാമാണ്. സ്വലാത്തും സലാമും ചൊല്ലൽ വലിയ ഒരു അമലാണ്, സ്വാലിഹായ അമലാണ്. അത് ചെയ്തിട്ടേ ദുആ നടത്താവൂ. അപ്പൊ സൽക്കർമ്മം ചെയ്യാതെ ദുആ നടത്തരുത്. സൽക്കർമ്മം പലതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ധർമ്മം ചെയ്യൽ. ധർമ്മം ചെയ്തുകൊണ്ടുള്ള ദുആക്ക് പ്രത്യേകതയുണ്ട്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും. ഓ നബിയെ, അവരിൽ നിന്ന് തങ്ങൾ ധർമ്മം സ്വീകരിക്കുക. ധർമ്മം വാങ്ങുന്നത് നബി തങ്ങൾക്ക് വേണ്ടിയല്ല. അല്ലാഹുവിന്റെ റസൂല് ധർമ്മം വാങ്ങാറില്ല. സ്വന്തം ആവശ്യത്തിന് വാങ്ങൂല. നബി തങ്ങൾ ധർമ്മം സ്വീകരിക്കൂല, സകാത്തും സ്വീകരിക്കൂല. അതേസമയത്ത് നബി തങ്ങളെ ആദരിച്ച് ഹദിയ കൊടുത്താൽ സ്വീകരിക്കും. ഹദിയ എന്ന് പറയുന്നത് ആദരിച്ചു കൊടുക്കുന്നതിനാണ്. ഹദിയ എന്ന് പറയുന്നത് രാജാവിന് ഹദിയ കൊടുക്കാറുണ്ട്. രാജാവിന് ഞെരുക്കമുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല, രാജാവിന് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഇതുപോലെ നമ്മൾ ഒരാളെ ആദരിക്കും, വാസം മുസ്ലിയാർക്ക് ഒരു സാല് വാങ്ങാൻ കഴിയൂല എന്ന് വിചാരിച്ചു കൊടുത്തതല്ല. ഇത് ഹദിയയാണ്, ആദരവാണ്. ആദരവ് കൊണ്ട് കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കണം. ഹദിയ കൊടുക്കുമ്പോൾ സ്വീകരിക്കണം. അത് മടക്കാൻ പാടില്ല. അത് നിയമമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. കഅബ നിർമ്മിക്കുന്ന സമയത്ത് റബ്ബിനോട് താണുകയാണ് ദുആ ചെയ്യുന്നു. കാരണം എല്ലാം റബ്ബിൽ നിന്ന് ലഭിക്കണം. ഇഖ്ലാസ് ഉണ്ടാകാനുള്ള ഭാഗ്യം റബ്ബിൽ നിന്ന് ലഭിക്കണം. മനസ്സിന്റെ ശുദ്ധി റബ്ബിൽ നിന്ന് ലഭിക്കണം. നാവിന്റെ ശുദ്ധി റബ്ബിൽ നിന്ന് ലഭിക്കണം. കണ്ണിന്റെ ശുദ്ധി റബ്ബിൽ നിന്ന് ലഭിക്കണം. കാതിന്റെ ശുദ്ധി റബ്ബിൽ നിന്ന് ലഭിക്കണം. റബ്ബ് നമ്മുടെ കണ്ണ് ഹലാലിലേക്ക് മാത്രം തിരിക്കുന്നതാക്കി തന്നാൽ അൽഹംദുലില്ലാഹ്. കാത് ഹലാലിലേക്ക് മാത്രം അല്ലാഹ് തിരിച്ചു തന്നാൽ അൽഹംദുലില്ലാഹ്. കൈകൊണ്ട് ഹറാമ് മാത്രം പിടിക്കാൻ റബ്ബ് തൗഫീഖ് തന്നാൽ അൽഹംദുലില്ലാഹ്. കാലുകൊണ്ട് ഹലാലിലേക്ക് മാത്രം നടക്കാൻ റബ്ബ് അവസരം തന്നാൽ അൽഹംദുലില്ലാഹ്. മനസ്സിൽ ഹലാല് മാത്രം ചിന്തിക്കാൻ അല്ലാഹ് അവസരം തന്നാൽ അൽഹംദുലില്ലാഹ്. നാവിലൂടെയുള്ള സംസാരം മുഴുവനും ഹലാലായാൽ അൽഹംദുലില്ലാഹ്. റബ്ബിൽ നിന്ന് തൗഫീഖ് ലഭിക്കണമല്ലോ. അതിന് തൗഫീഖ് ലഭിക്കണമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണമല്ലോ. ആ ചിന്ത ഖൽബിൽ നിറയുമ്പോൾ റബ്ബിനോട് താണുകീണ് അപേക്ഷിക്കുകയല്ലാതെ എന്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുന്നത്? റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളെ റബ്ബേ ഖബൂൽ ചെയ്യണേ, സ്വീകരിക്കണേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ സർവ്വ വിഷയങ്ങളും സ്വന്തമായി കേൾക്കുന്നവനാണ്, സ്വന്തമായി അറിയുന്നവനാണ്. നീ ഖബൂൽ ചെയ്യണേ. അത് കഅബയാണ് മുഅ്മിനീങ്ങളെ. അതിന്റെ ശാഖകളാണ് ലോകത്തുള്ള എല്ലാ പള്ളികളും കഅബയിലേക്ക് തിരിച്ചല്ലേ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഏത് പള്ളി നിർമ്മിക്കുമ്പോഴും, ഏത് പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോഴും, ഏത് പള്ളിയിൽ നിസ്കരിക്കുമ്പോഴും, ഏത് പള്ളിക്ക് എന്ത് സേവനം ചെയ്യുമ്പോഴും, ഏത് സ്ഥാപനത്തിന് എന്ത് കൊടുക്കുമ്പോഴും, എന്ത് പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ നല്ല ഇഖ്ലാസ് വേണം. അല്ലാഹുവിന്റെ
പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കണം. അൽഹംദുലില്ലാ, ഈ നാട്ടിലുള്ള ജനങ്ങൾ നല്ല ഒരു കേന്ദ്രമെന്ന നിലക്ക് താജുൽ ഉലമാ സെന്റർ തീരുമാനിച്ചു, ഉദ്ദേശിച്ചു. വളരെ ഭംഗിയുള്ള ഒരു പള്ളി തന്നെ റബ്ബ് നമുക്ക് അല്ലാഹു തആല സമ്മാനിച്ചു. അല്ലാഹു അത് ഖബൂൽ ചെയ്യട്ടെ. അതിനുവേണ്ടി ഒരു വാക്കെങ്കിലും പറഞ്ഞവർ, അതിനുവേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചവർ, അതിനുവേണ്ടി സ്ഥലം നൽകിയവർ, നിർമ്മിക്കുന്നതിന് സഹായിച്ചവർ, സഹകരിച്ചവർ, റബ്ബേ ഈ ഉദ്ഘാടനത്തിൽ സന്തോഷിക്കുന്നവർ, ഇതിൽ പങ്കുചേർന്നവർ, ഈ പള്ളി ഇനി അങ്ങോട്ട് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ആരെല്ലാം സഹകരിക്കുന്നുണ്ടോ, ആരെല്ലാം ഇവിടെ വന്ന് ധാരാളമായി നിസ്കരിക്കുന്നുണ്ടോ, ജമാഅത്തിന് പങ്കെടുക്കുന്നുണ്ടോ, ഖുർആൻ നിവർത്തി ഓതുന്നുണ്ടോ, ഇത്തികാഫിരിക്കുന്നുണ്ടോ, ഏത് അമലുകൾ ഇവിടെ ചെയ്യുന്നുണ്ടോ, എല്ലാ അമലുകളും ഞങ്ങളെ അമലും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നിനക്ക് ഞങ്ങൾ ആവശ്യമില്ല, ഞങ്ങളെ അമലും ആവശ്യമില്ല, ഞങ്ങളെ നിർമ്മാണവും ആവശ്യമില്ല, ഞങ്ങളെ സ്ഥാപനങ്ങളും നിനക്ക് ആവശ്യമില്ല. അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹ്. നീ ഖബൂൽ ചെയ്തില്ലെങ്കിൽ ഫലമില്ലല്ലോ. നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അതിനുവേണ്ടി ദുആ ചെയ്യണം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.